നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഏറ്റവും വിലപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ദേവനും രാജീവും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രവി കാറിൽ നിന്ന് ഫോൺ എടുത്ത് ദേവൻ്റെ ക്യാബിനിലേക്ക് വന്നു. ശരി രാജീവ്, എനിക്ക് മറ്റൊരു അർജൻറ്റ് മാറ്ററുണ്ട് എന്ന് പറഞ്ഞ് ദേവൻ ചെയറിൽ നിന്ന് എഴുന്നേറ്റു. ശരി സാർ എന്ന് പറഞ്ഞ് രാജീവ് അവിടുന്ന് പോയി. രവിയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി ദേവൻ ചോദിച്ചു, നിനക്കിവിടെ എന്താ ജോലിയുള്ളത്? സാറിന് വരുന്ന ഫോൺ കോൾസ് അറ്റൻഡ് ചെയ്യുക, രവി പറഞ്ഞു. ഫോൺ കയ്യിൽ പിടിക്കാതെ മറ്റെവിടെയെങ്കിലും വെച്ച് നടന്നാൽ പിന്നെ നിനക്ക് എന്താ ഇവിടെ ജോലി? ദേവൻ ചോദിച്ചു. സോറി സാർ, ഞാൻ ഫോൺ കാറിൽ നിന്ന് എടുക്കാൻ മറന്നു, അതുകൊണ്ടാ, രവി പറഞ്ഞു. ഉത്തരവാദിത്തം ഇല്ലാത്തതുകൊണ്ടാ സ്വന്തം ജോലിയിൽ മറവി വരുന്നത്. നിനക്ക് പകരം ഞാൻ മറ്റാരെങ്കിലും ജോലിക്ക് നിർത്തിക്കോളാം എന്ന് പറഞ്ഞ് ദേവൻ അവിടുന്ന് പോകാൻ ശ്രമിച്ചപ്പോൾ തടഞ്ഞുകൊണ്ട് രവി ചോദിച്ചു, എവിടെ പോവാ സാർ? ഞാനും വരുന്നു. നീ വരണ്ട, ഞാൻ മറ്റാരെങ്കിലും നിനക്ക് പകരം നിർത്തിക്കൊള്ളാന്ന് പറഞ്ഞില്ലേ? നീ അവൾക്ക് പറ്റിയ ചെറുക്കനെ അന്വേഷിച്ച് നടക്ക്. നിനക്ക് പറ്റിയ പണി അതാ എന്ന് ദേവൻ ദേഷ്യത്തോടെ പറഞ്ഞ് രവിയുടെ കയ്യിൽ നിന്ന് കാറിൻ്റെ കീ വാങ്ങി ക്യാബിന് പുറത്തേക്ക് നടന്നു. രവി അവൻ്റെ പുറകെ ചെന്നു. രവി ഓഫീസിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ദേവൻ ഫോണിൽ ആരോടോ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അവൻ ഡ്രൈവർ സീറ്റിൻ്റെ ഡോർ തുറക്കാൻ ശ്രമിച്ചപ്പോൾ ഡോറിൽ പിടിച്ചുകൊണ്ട് രവി പറഞ്ഞു, സാർ, ഞാൻ കാറെടുക്കാം, മാറി നിൽക്ക് എന്ന് പറഞ്ഞ് രവിയെ തള്ളിമാറ്റി ദേവൻ ഡ്രൈവർ സീറ്റിലേക്ക് കയറി. രവി വേഗം ചെന്ന് അപ്പുറത്ത് കയറി. നിന്നോട് വരണ്ടെന്ന് പറഞ്ഞില്ലേ? നീ പോയി അവളെ കെട്ടിച്ചു വിടാൻ ചെക്കനെ അന്വേഷിക്ക്, ദേവൻ പറഞ്ഞു. അവൾക്ക് പറ്റിയൊരാളുണ്ട് സാർ, വേറെ അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി അവളോട് അതേപ്പറ്റിയൊന്ന് സംസാരിച്ചാൽ മാത്രം മതി, രവി പറഞ്ഞു. അത് കേട്ട് ദേവൻ ദേഷ്യം വന്ന് അവനെ ഒന്ന് നോക്കിയതിന് ശേഷം കാർ വേഗത്തിൽ ഓടിച്ച് അവിടുന്ന് പോയി. കാർ ഒരു ഹോസ്പിറ്റലിന് മുന്നിൽ ചെന്ന് നിർത്തി ദേവൻ അതിൽ നിന്നിറങ്ങി. രവിയും ഇറങ്ങിയപ്പോൾ രവിക്ക് കാറിൻ്റെ കീ ഇട്ടുകൊടുത്ത് ദേവൻ പറഞ്ഞു, കാർ പാർക്കിംഗ് ഏരിയയിൽ കൊണ്ടുപോയി ഇട്. ഇവിടെ എന്തിനാ വന്നത് സാർ? രവി ചോദിച്ചു. അവനൊന്നും പറയാതെ ഹോസ്പിറ്റലിനകത്തേക്ക് കയറിപ്പോയി. ദേവൻ ഹോസ്പിറ്റലിൻ്റെ അകത്തേക്ക് കയറി പോകുമ്പോൾ ദീപ ഫാർമസിയിൽ നിന്ന് മെഡിസിൻ വാങ്ങി കാഷ്വാലിറ്റിയെ ലക്ഷ്യമാക്കി നടന്നു പോകുന്നത് കണ്ടു. അവൻ അവളുടെ അടുത്തേക്ക് വേഗം ചെന്ന് ചോദിച്ചു, ഏട്ടത്തി, മോൻ എങ്ങനെയുണ്ട്? അവനെവിടെ? ദേവൻ, നീ എന്തിനാ ഇവിടേക്ക് വന്നത്? മോന് കുഴപ്പമൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ, ദീപ പറഞ്ഞു. ഏട്ടത്തി ഒരുപാട് തവണ വിളിച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ വല്ലാതെ പേടിച്ചു. എന്താ പറ്റിയത്? എങ്ങനെ അവൻ വീണത്? ദേവൻ ചോദിച്ചു. വികൃതി കൊണ്ട് ബെഞ്ചിന് മുകളിൽ കയറി ചാടി കളിച്ചതാ, താഴെ വീണു, ദീപ പറഞ്ഞു. എന്നിട്ട് എന്താ പറ്റിയത്? ദേവൻ ചോദിച്ചു. കൈക്ക് കുറച്ച് നീരെടുത്തിരുന്നു, ഫ്രാക്ചർ ഉണ്ടോയെന്ന് വിചാരിച്ചു, ദീപ പറഞ്ഞു. ഫ്രാക്ചർ ഉണ്ടോ? ദേവൻ ചോദിച്ചു. ഇല്ല, ചെറിയ ചതവുണ്ട്, അതുകൊണ്ടാണ് നീരെടുത്തത്, ദീപ പറഞ്ഞു. അവനെവിടെ? ദേവൻ ചോദിച്ചു. കാഷ്വാലിറ്റിക്കകത്തേക്ക് ചൂണ്ടിക്കാണിച്ച് ദീപ പറഞ്ഞു, ഇതിനകത്തുണ്ട്, ഐസ് പാക്ക് വച്ചിരിക്കുക. ആ സമയത്തൊരു നേഴ്സ് വന്ന് ദീപയോട് ചോദിച്ചു, മെഡിസിൻ വാങ്ങിയില്ലേ? വാങ്ങിച്ചു എന്ന് പറഞ്ഞ് ദീപ കയ്യിലുണ്ടായിരുന്ന മെഡിസിൻ ആ നേഴ്സിന് കാണിച്ചു കൊടുത്തു. ബില്ലായിട്ടുണ്ട്, ബില്ലടച്ചു വന്നോളൂ എന്ന് പറഞ്ഞ് ആ നേഴ്സ് ബില്ല് ദീപയ്ക്ക് നേരെ നീട്ടി. ദേവൻ അത് വാങ്ങി ദീപയോട് പറഞ്ഞു, ഞാൻ ബില്ലടച്ചിട്ട് വരാം, ഏടത്തി മോൻ്റെ അടുത്തേക്ക് ചെല്ലൂ. എന്നിട്ട് അവൻ ബിൽ കൗണ്ടറിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ രവി അവിടേക്ക് വന്നു. ചേച്ചി, ചേച്ചി എന്താ ഇവിടെ? ദേവൻ്റെ അടുത്ത് ദീപ നിൽക്കുന്നത് കണ്ട് രവി അവിടേക്ക് വന്ന് ചോദിച്ചു. ദേവൻ രവിയെ ദേഷ്യത്തോടെ ഒന്ന് നോക്കി അവിടുന്ന് പോയി. മോൻ സ്കൂളിൽ ചെന്ന് കളിക്കുന്നതിനിടയിൽ വീണു, കൈക്ക് നീര് വച്ചിരുന്നു, അതുകൊണ്ട് കൊണ്ടുവന്നതാ, ദീപ പറഞ്ഞു. അയ്യോ, എന്നിട്ട് മണിക്കുട്ടൻ എവിടെ? കൈക്ക് ഫ്രാക്ചർ ഉണ്ടോ? രവി ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല, കൈ ഇടിച്ച് വീണതുകൊണ്ട് ചെറുതായി ചതവുണ്ട്, ഐസ് പാക്ക് വച്ചിരിക്കുക. ഞാൻ മെഡിസിൻ വാങ്ങിക്കാൻ ഫാർമസിയിലേക്ക് പോയതാ, ദേവൻ്റെ നമ്പറിലേക്ക് വിളിച്ച് കിട്ടുന്നില്ല, ദീപ പറഞ്ഞു. ആ ഫോണും സാറ് എറിഞ്ഞു പൊട്ടിച്ചു, രവി പറഞ്ഞു. ഞാൻ നിന്നെ ഒരുപാട് തവണ വിളിച്ചു, നീ എന്തേ ഫോൺ അറ്റൻഡ് ചെയ്യാതിരുന്നത്? ദീപ ചോദിച്ചു. സോറി ചേച്ചി, രാവിലെ വീട്ടിൽ ചെറിയൊരു പ്രശ്നം. ആ നേരത്ത് ഹേമ മാഡം വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ട് ഫോൺ സൈലൻ്റ് ആക്കി വെച്ചു, രവി പറഞ്ഞു. വീട്ടിലെന്താ പ്രശ്നം? ദേവൻ പിന്നെയും വല്ല പ്രശ്നം ഉണ്ടാക്കിയോ? ദീപ ചോദിച്ചു. സാർ ആവശ്യമില്ലാതെ അവളോട് വഴക്കുണ്ടാക്കാൻ നിൽക്കുക, രവി ഓർക്കാതെ പറഞ്ഞുപോയി. അവളോടോ? അതാരാ? ദീപ ചോദിച്ചു. അവളോടല്ല, എന്നോടെന്നാ ഞാൻ പറഞ്ഞത്, രവി ഒരുവിധം പറഞ്ഞൊപ്പിച്ചു. അപ്പോൾ കാഷ്വാലിറ്റിയിൽ നിന്ന് ഒരു നേഴ്സ് വന്ന് ദീപയോട് പറഞ്ഞു, മോൻ അമ്മയെ കാണണമെന്ന് പറയുന്നുണ്ട്.
എന്നിട്ട് അവർ കാഷ്വാലിറ്റിയിലേക്ക് തന്നെ തിരികെ പോയി. ഞാൻ മോൻ്റെ അടുത്തേക്ക് ചെല്ലട്ടെ രവി, നീ ഇവിടെ നിൽക്ക്, ദേവൻ ഇപ്പോൾ വരും എന്ന് പറഞ്ഞ് ദീപ കാഷ്വാലിറ്റിയിലേക്ക് പോയി. ആ സമയത്ത് ദേവൻ ബില്ലടച്ച് വന്ന് രവിയെ മൈൻഡ് ചെയ്യാതെ കാഷ്വാലിറ്റിക്കകത്തേക്ക് കയറി. കുറച്ചു കഴിഞ്ഞപ്പോൾ ദീപയും മോനെ എടുത്ത് ദേവനും കാഷ്വാലിറ്റിക്ക് പുറത്തേക്ക് വന്നു. മണിക്കുട്ടൻ്റെ ഇടത് കൈ കഴുത്തിലേക്ക് ഹാങ് ചെയ്തു വെച്ചിരുന്നു. ഞാൻ വികൃതി കാണിച്ചതല്ല ചെറിയച്ച, ബെഞ്ചിന് മുകളിൽ കയറിയപ്പോൾ താഴേക്ക് വീണതാ, മണിക്കുട്ടൻ പറഞ്ഞു. ബെഞ്ചിന് മുകളിലെല്ലാം കയറി കളിക്കുന്നത് തന്നെയാ വികൃതിയെന്ന് പറയുന്നത്, ദീപ പറഞ്ഞു. സാരില്ല, പോട്ടെ. ഇനി മോൻ ഇങ്ങനെ ഒന്നിൻ്റെ മുകളിൽ കയറി കളിക്കരുത് കേട്ടോ. വീണ് പരിക്ക് പറ്റിയ മോന് നല്ല വേദന ഉണ്ടാകില്ലേ, ദേവൻ മണിക്കുട്ടനോട് പറഞ്ഞു. മണിക്കുട്ടൻ രവിയെ കണ്ട് ഹായ് രവിമാമ എന്ന് പറഞ്ഞ് രവിക്ക് നേരെ കൈനീട്ടി. രവി മണിക്കുട്ടനെ എടുക്കാൻ ചെന്നപ്പോൾ ദേവൻ അവനെ മാറ്റിക്കൊണ്ട് പറഞ്ഞു, രവിമാമയ്ക്ക് വേറെ ജോലിയുണ്ട് മോനെ, അവൻ അത് ചെയ്യട്ടെ, നമുക്ക് വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞ് അവൻ മുന്നോട്ട് നടന്നു. നിനക്ക് വേറെന്ത് ജോലിയാ രവി, ദേവൻ്റെ കൂടെ നടന്നുകൊണ്ട് ദീപ ചോദിച്ചു. കല്യാണ ബ്രോക്കർ പണി. നാട്ടിൽ കല്യാണപ്രായമായ പെൺകുട്ടികളുണ്ടെങ്കിൽ അവർക്ക് പറ്റിയ ചെക്കനെ കണ്ടെത്തി കൊടുക്കുന്ന ബ്രോക്കർ പണി, ദേവൻ രവിയെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. രണ്ടാളും തമ്മിൽ വഴക്കാണെന്ന് ദീപയ്ക്ക് മനസ്സിലായി. ദീപ രവിയുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചു. ഏതെങ്കിലും പെൺകുട്ടികൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലൊരു ജോലിയല്ലേ ചേച്ചി? ഒരുത്തൻ കെട്ടി ഉപേക്ഷിച്ച പെണ്ണായാലും അവൾക്കും നല്ലൊരു ജീവിതം വേണ്ടേ? അങ്ങനെയുള്ള പെണ്ണുങ്ങളെയും കണ്ടെത്തി കല്യാണം കഴിപ്പിച്ചു കൊടുക്കും. അതിൽ പരിഹസിക്കാൻ മാത്രമുള്ള എന്ത് തെറ്റാ ഉള്ളത്, രവി ചോദിച്ചു. ദേവൻ രവിയെ ദേഷ്യത്തോടെ തുറച്ചു നോക്കി. എന്നിട്ട് വേഗത്തിൽ നടന്നുപോയി. രണ്ടാളും തമ്മിൽ എന്തോ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്താ രവി കാര്യം, സീരിയസ് ആണോ, ദീപ ചോദിച്ചു. ഏയ് സീരിയസ് ഒന്നുമില്ല ചേച്ചി, ഞാൻ രാവിലെ ഫോൺ സൈലൻ്റാക്കി വെച്ചതിൻ്റെ ദേഷ്യത്തിൽ സാർ എന്നോട് എനിക്ക് പകരം മറ്റൊരാളെ ജോലിക്ക് എടുക്കുകയാണെന്നും എന്നോട് ബ്രോക്കർ പണിക്ക് പോയിക്കൊള്ളാനും പറഞ്ഞു, അത്രേ ഉള്ളൂ, രവി പറഞ്ഞു. അത്രയല്ലേ ഉള്ളൂ, വേറെ ഇഷ്യൂ ഒന്നുമില്ലല്ലോ, ദീപ ചോദിച്ചു. വേറെ ഇഷ്യൂ ഒന്നുമില്ല ചേച്ചി, രവി പറഞ്ഞു. ഉണ്ടാകാനും പാടില്ല, അവനൊരു പാവ രവി. എന്തെങ്കിലും പറഞ്ഞാലും അതൊന്നും മനസ്സിൽ തട്ടിയല്ല. അവൻ എന്തെങ്കിലും പറഞ്ഞാലും നീ അവനോട് പിണങ്ങല്ലേ, അവനൊരു കരുത്തായി നീ മാത്രമേ ഉള്ളൂ, ദീപ പറഞ്ഞു. എനിക്ക് അറിഞ്ഞൂടെ സാറിനെ, ഞാൻ അങ്ങനെ പിണങ്ങുമോ ചേച്ചി? ചേച്ചി സാറിൻ്റെ കൂടെ ചെന്നോളൂ, ഞാൻ കാർ പാർക്കിംഗ് ഏരിയയിൽ ചെന്ന് കാർ എടുത്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് രവി വേഗത്തിൽ നടന്നു. രവി കാർ ഹോസ്പിറ്റലിന് മുന്നിലേക്ക് കൊണ്ടുവന്നപ്പോൾ ദേവൻ കാറിൻ്റെ പിൻസീറ്റ് ഡോർ ദീപ കയറുന്നതിനായി തുറന്നു കൊടുത്തു. ദീപ കാറിൽ കയറിയപ്പോൾ ദേവൻ മണിക്കുട്ടനെ അവളുടെ അടുത്തേക്ക് ഇരുത്തി ഡോർ അടച്ചു. എന്നിട്ട് കാറിൻ്റെ മുൻസീറ്റിൽ കയറി അവനിരുന്നു. ഏട്ടത്തി, സ്കൂളിൽ ചെന്ന് ചിന്നുമോളെ കൂട്ടണോ, ദേവൻ തിരിഞ്ഞു നോക്കി ദീപയോട് ചോദിച്ചു. വേണ്ട ദേവൻ, ചിന്നുമോളെ വൈകിട്ട് സ്കൂൾ ബസ്സിൽ കൊണ്ടുവരും, ദീപ പറഞ്ഞു. അപ്പോൾ രവി അവിടുന്ന് കാറെടുത്തു. ഞാനും ചിന്നുമോളും ചെറിയച്ഛനോട് പിണക്കാ, ചെറിയച്ഛൻ കുറേ ദിവസമായില്ലേ വീട്ടിലേക്ക് വന്നിട്ട്, മണിക്കുട്ടൻ പറഞ്ഞു. സോറി മോനെ, ചെറിയച്ഛനോട് പിണങ്ങല്ലേ, ചെറിയച്ഛന് തിരക്കായതുകൊണ്ടല്ലേ വരാതിരുന്നത്, ദേവൻ പറഞ്ഞു. ശരിയാ, കഴിഞ്ഞ ആഴ്ച ചെറിയച്ഛന് കല്യാണത്തിൻ്റെ തിരക്കായിരുന്നു, അതുകൊണ്ടാ മക്കളെ കാണാൻ വരാതിരുന്നത്, രവി പറഞ്ഞു. ദേവൻ ദേഷ്യത്തോടെ രവിയെ ഒന്ന് നോക്കി. അവൻ അത് മൈൻഡ് ചെയ്യാതെ കാർ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നു. കല്യാണത്തിൻ്റെ തിരക്കോ? എവിടെയായിരുന്നു ദേവ കല്യാണം, ദീപ ചോദിച്ചു. ദേവൻ വീണ്ടും രവിയെ ദേഷ്യത്തോടെ ഒന്ന് നോക്കിയ ശേഷം തിരിഞ്ഞ് ദീപയെ നോക്കി പറഞ്ഞു. കല്യാണം അല്ലേ ഇടത്തി, ഇവൻ്റെ അനിയത്തിയുടെ കല്യാണത്തിനുള്ള ചെറിയൊരു പർച്ചേസ്. ഇവൻ നാട്ടിൽ പോണമെന്ന് പറഞ്ഞിരുന്നു, അപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ, ദേവൻ പറഞ്ഞു. അനിയത്തിയുടെ കല്യാണത്തിന് ഇനിയും സമയമില്ലേ രവി, ഇപ്പോഴേ പർച്ചേസ് തുടങ്ങിയോ, ദീപ ചോദിച്ചു. കല്യാണത്തിൻ്റെ പർച്ചേസൊന്നും അല്ല ചേച്ചി, കല്യാണത്തിൻ്റെ ചിലവായി സാറിനൊരു ട്രീറ്റ് കൊടുത്തു. പിന്നെ മണിയറ എന്ന് രവി പറഞ്ഞപ്പോഴേക്കും ദേവൻ ഇടയിൽ കയറി പറഞ്ഞു. മണിയറ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ആൾക്കാരെ കണ്ട് സംസാരിച്ചു അല്ലടാ, ദേവൻ രവിയെ രൂക്ഷമായി നോക്കിക്കൊണ്ട് പറഞ്ഞു. ചെറിയച്ഛനോടുള്ള പിണക്കം മാറണമെങ്കിൽ ചെറിയച്ഛൻ ഇന്ന് ഓഫീസിൽ പോകണ്ട, എന്നെ പാർക്കിൽ കൊണ്ടുപോയാൽ മതി, മണിക്കുട്ടൻ പറഞ്ഞു. കൈക്ക് വയ്യാതെ എങ്ങനെ മോനെ പാർക്കിൽ കൊണ്ടുപോവുക? മാത്രല്ല ചിന്നുമോള് സ്കൂളിലല്ലേ, മറ്റൊരു ദിവസം ചെറിയച്ഛൻ മക്കളെ പാർക്കിൽ കൊണ്ടുപോകാം, ഇന്ന് വേണ്ട, ദേവൻ പറഞ്ഞു. എന്നാൽ ചെറിയച്ഛനും രവിമാമയും എൻ്റെ കൂടെ കുറേ നേരം കളിക്കാൻ കൂടണം, മണിക്കുട്ടൻ പറഞ്ഞു. അതൊക്കെ, എങ്കിൽ മക്കൾക്ക് ചെറിയച്ഛനോടുള്ള പിണക്കം മാറുമല്ലോ അല്ലേ, ദേവൻ ചോദിച്ചു. എൻ്റെ പിണക്കം മാറും,
ചിന്നുമോളുടെ കൂടെ കളിക്കാൻ കൂടിയാലേ ചിന്നുമോളുടെ പിണക്കം മാറൂ, മണിക്കുട്ടൻ പറഞ്ഞു. ഓക്കെ, ഈ സൺഡേ ചെറിയച്ഛൻ ഉറപ്പായി മക്കളുടെ കൂടെ കളിക്കാൻ വരും, ദേവൻ പറഞ്ഞു. അവർ ദീപയുടെ വീട്ടിലെത്തി കാർ നിർത്തിയിറങ്ങി. ദേവൻ കുറച്ച് കഴിഞ്ഞല്ലേ പോകുന്നുള്ളൂ, ഞാൻ കഴിക്കാനുണ്ടാക്കട്ടെ. ദേവന് പറ്റിയ കറികളൊന്നുമല്ല ഇന്നിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഡോർ തുറന്ന് അകത്ത് കയറി ദീപ പറഞ്ഞു. ഏട്ടത്തി ഇപ്പോൾ അതിന് ബുദ്ധിമുട്ടൊന്നും വേണ്ട, ഞാൻ കുറച്ച് കഴിഞ്ഞാൽ പോകും, കഴിക്കാൻ നിൽക്കുന്നില്ല, ദേവൻ പറഞ്ഞു. അത് പറ്റില്ല, കുറച്ചു നേരം എന്തായാലും ദേവന് രവി ഇവിടെ ഉണ്ടാവുമല്ലോ, അപ്പം ഞാൻ കഴിക്കാനുണ്ടാക്കാം, കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് ദീപ കിച്ചണിലേക്ക് പോയി. ദേവൻ രവിയെ ദേഷ്യത്തോടെ നോക്കിയിട്ട് പറഞ്ഞു. നിന്നെ ഞാൻ ശരിയാക്കി തരാം, വീട്ടിലെത്തട്ടെ. മഹേന്ദ്രത്തിൽ ഉച്ചയ്ക്ക് കഴിക്കാൻ ദേവനും രവിയും വരേണ്ട സമയമായിട്ടും വരാത്തതുകൊണ്ട് ഗൗരി രാമേട്ടനോട് ചോദിച്ചു. ഇന്ന് കഴിക്കാൻ ഉച്ചയ്ക്ക് വരുന്നില്ലെന്ന് പറഞ്ഞിരുന്നോ രാമേട്ട? എന്നോടൊന്നും പറഞ്ഞിരുന്നില്ല മോളെ, വരേണ്ട സമയം കഴിഞ്ഞല്ലോ, ഞാൻ രവിയെ വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് രാമേട്ടൻ ഫോണെടുത്ത് രവിയെ വിളിച്ചു. ഗൗരി പ്ലേറ്റുകളെല്ലാം കഴുകി ടേബിളിന് മുകളിൽ കൊണ്ടുപോയി വെച്ച് വരുമ്പോൾ രാമേട്ടൻ പറഞ്ഞു. ഇന്ന് അവർ കഴിക്കാൻ വരുന്നില്ലെന്ന് പറഞ്ഞു മോളെ, നമുക്ക് കഴിക്കാം. എന്തുകൊണ്ടാണ് വരാതിരിക്കുന്നത്? ഗൗരി ചോദിച്ചു. അവർ മറ്റെവിടെയോ ആണെന്നാ പറഞ്ഞത്, രാമേട്ടൻ പറഞ്ഞു. എങ്കിൽ അതവർക്ക് നേരത്തെ വിളിച്ച് പറയായിരുന്നില്ലേ? ഭക്ഷണം വെറുതെ വേസ്റ്റാക്കേണ്ട കാര്യമുണ്ടായിരുന്നോ? ഉച്ചയ്ക്ക് കഴിക്കാനുണ്ടാക്കിയത് രാത്രി കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാ, അപ്പോൾ പിന്നെ കഴിക്കാനുണ്ടാകില്ലെന്ന് പറയേണ്ടതല്ലേ, ഗൗരി പറഞ്ഞു. ദേവൻ കുഞ്ഞിൻ്റെ കാര്യം അങ്ങനെയാ മോളെ, പെട്ടെന്നായിരിക്കും തീരുമാനമെടുക്കുക. മനസ്സിലെന്താണെന്ന് മനസ്സിലാക്കാൻ വലിയ പാടാ. മനസ്സിലുള്ളത് തുറന്ന് പറയുകയും ചെയ്യില്ല. രവിയോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടാകില്ല, അല്ലെങ്കിൽ അവൻ വിളിക്കേണ്ടതാ, രാമേട്ടൻ പറഞ്ഞു. വയറ് നിറച്ച് ആഹാരം കഴിച്ച് ശീലിച്ചതുകൊണ്ട് ആഹാരത്തിൻ്റെ വില അയാൾക്ക് അറിയുന്നുണ്ടാകില്ല. ഇനി ഒരു പ്രാവശ്യം കൂടി ഇങ്ങനെ ചെയ്യാതിരിക്കാൻ എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. വരട്ടെ, അയാളെ ഒരു പാഠം പഠിപ്പിക്കണം. ദേഷ്യം വന്ന് പെട്ടെന്നെടുക്കുന്ന തീരുമാനം എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് അയാൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. പണത്തിൻ്റെ അഹങ്കാരം കൊണ്ട് മറ്റാരെയും വില കുറച്ച് കാണരുതെന്നും അയാൾ മനസ്സിലാക്കണം. എന്നോട് കാണിച്ച നീതിക്ക് പകരം ചോദിക്കും ഞാൻ. വെറുതെ വിടില്ല അയാളെ, ഗൗരി മനസ്സിൽ ചിന്തിച്ചു.